അടുത്ത ഭാഗം. വിശുദ്ധ ഖുർആനിലെ ധാരാളം പ്രവചനങ്ങൾ പ്രവാചകരുടെ ജീവിതകാലത്ത് പുലർന്നതുമുണ്ട്, പിൽക്കാലത്ത് പുലർന്നതുമൊക്കെയുണ്ട്. അവിടുത്തെ തിരുഹദീസിലും അനേകം പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രവചനങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ചില ഭാഗങ്ങൾ ചർച്ച ചെയ്താൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്ന തെളിവുകൾ എന്ന ഈ പരമ്പര നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിൽ വന്ന പ്രവചനങ്ങൾ ഏറ്റവും പ്രധാനം സൂറത്തുർ റൂം 30-ാം അധ്യായമാണ് സൂറത്തുർ റൂം. അതിലെ ആദ്യ വചനങ്ങൾ എന്താണ്? ആദ്യ വചനം അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിളഇ സിനീൻ. ഗുലിബത്തിർ റൂം, ബൈസന്റൈൻ റോമാ സാമ്രാജ്യം പരാജയപ്പെട്ടു. ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയാണ്. ആ സമയത്താണ് റോമൻ പേർഷ്യൻ യുദ്ധം നടക്കുന്നത്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട യുദ്ധമാണ്. അപ്പോൾ റോം പരാജയപ്പെട്ടു എന്നത് ദുഃഖത്തോടു കൂടിയാണ് ഖുർആൻ പറയുന്നത്. അടുത്ത വചനം കൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ നമുക്കത് ബോധ്യമാകും. കാരണം റോമക്കാർ എന്ന് പറയുന്നത്, ബൈസന്റൈൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്, വിശ്വാസികളാണ്. അവർ ദൈവത്തെ അംഗീകരിക്കുന്നു, വേദഗ്രന്ഥത്തെ അംഗീകരിക്കുന്നു, വെളിപാടിനെ അംഗീകരിക്കുന്നു, പ്രവാചകത്വത്തെ ഒക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്. പേർഷ്യക്കാർ മറിച്ച് തീ ആരാധകരാണ്, മജൂസികളാണ്. അവർ വേദഗ്രന്ഥത്തെയും പ്രവാചകരെയും ഒന്നും അംഗീകരിക്കാത്ത ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് റോമക്കാരാണ്. അപ്പോൾ റോമക്കാരുടെ പതനം വിശ്വാസികൾക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അവരോട് ചേർന്ന് നിൽക്കുന്ന ആളാണല്ലോ, അവരോട് ബന്ധമുള്ള ആളാണല്ലോ. അതാണ് ഒരു ഘടകം. അപ്പോൾ ഗുലിബത്തിർ റോം പരാജയപ്പെട്ടിരിക്കുന്നു. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് ഖുർആൻ അവിടെയുള്ള ഒരു റിപ്പോർട്ടിംഗ് ആയിട്ട് കണ്ടാൽ മതി. അന്ന് നടന്ന ഒരു സംഭവത്തെ ഉദ്ധരിക്കുന്നു. പ്രവചനം ഇതല്ല, പ്രവചനം ഇനി വരാൻ പോകുന്നതാണ്. അടുത്ത വചനം നോക്കൂ. ഫീ അദ്നൽ അർള്, എവിടെ വെച്ചാണ് ആ ഏറ്റുമുട്ടൽ? ഫീ അദ്നൽ അർള്, ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത്. അദ്ന എന്നതിന് താഴ്ന്നത് എന്നൊരർത്ഥമുണ്ട് അല്ലേ? ധന, ദുനിയ എന്നൊക്കെ പറഞ്ഞാൽ ദുനിയാവ്, താഴ്ന്നത്. ദുനിയാവ് എന്ന് പറയുന്നത് താഴ്ന്നതാണ്, ഇതിന് വില കുറവാണ്. സമാ ദുനിയ എന്ന് പറയുന്നുണ്ട്, ഏറ്റവും താഴെയുള്ള ആകാശം. അപ്പോൾ ധന, ദുനിയ, അദ്ന എന്നൊക്കെ പറഞ്ഞാൽ അദ്ന എന്ന് പറയുമ്പോൾ ഏറ്റവും സൂപ്പർലേറ്റീവ് പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അദ്ന എന്ന് പറയുന്നത്. അപ്പോൾ അദ്ന ഏറ്റവും താഴ്ന്ന പ്രദേശം. ഫി അദ്നൽ അർള്, ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഇന്നത്തെ ചാവുകടൽ നിൽക്കുന്ന ഭാഗത്താണ് ഈ യുദ്ധം നടന്നത് എന്നത് ഓർക്കണം. ഇന്നത്തെ ഭൂമിയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ചാവുകടൽ നിൽക്കുന്ന ഭാഗമാണ് എന്ന്. ഖുർആനിൻ്റെ പദപ്രയോഗത്തിൻ്റെ കൃത്യത നോക്കൂ. ഒരിക്കലും ചാവുകടൽ നിൽക്കുന്ന ഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഭാഗമാണ് എന്ന് പഠിപ്പിക്കൽ ഖുർആനിൻ്റെ ലക്ഷ്യമേ അല്ല. ഈ വചനത്തിൻ്റെ പ്രഥമ ലക്ഷ്യത്തിലും അത് വരുന്നില്ല. മറിച്ച് ആ പ്രയോഗത്തിലെ കൃത്യത പിന്നീട് നമ്മൾ ബോധ്യപ്പെടുന്ന അറിവിനോട് ചേർന്ന് വരുമ്പോൾ ഇതൊക്കെ അറിയുന്ന, ഇതൊക്കെ സംഭവിപ്പിക്കുന്നവൻ്റെ വചനമാണ് ഖുർആൻ എന്ന യാഥാർത്ഥ്യം വിശ്വാസിക്ക് കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതായി മാറുന്നു. അതാണ് ഖുർആനിൻ്റെ അമാനുഷികതകളിൽപ്പെട്ടത്. അപ്പോൾ ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് വെച്ച് ഇവരിനി എന്ത് ചെയ്യും? ഈ പരാജയത്തിൻ്റെ ശേഷം അവർ വിജയിക്കും. അപ്പോൾ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്, ഖുർആൻ പ്രവചിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ പരാജയാനന്തരമുള്ള വിജയമാണ്. ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും റോമക്കാർ ഇനി വിജയിക്കില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഇത് വിശ്വാസികൾക്കൊരു പ്രത്യാശയായി. പക്ഷെ ആളുകൾക്ക് പരിഹസിക്കാൻ തുടങ്ങി. ഖുർആൻ പറഞ്ഞല്ലോ റോമക്കാർ വിജയിക്കുമെന്ന്, എവിടെ വിജയം കാണുന്നില്ലല്ലോ എന്ന് പരിഹസിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത വചനത്തിൽ അതുമുണ്ട്. ഫീ ബിളഇ സിനീൻ, 10 വർഷത്തിൻ്റെ ഉള്ളിൽ. ഫീ ബിളഇ സിനീൻ എന്ന് പറഞ്ഞാൽ അറബി വ്യാകരണ നിയമപ്രകാരം 10-ൽ താഴെ വർഷം എന്നാണ് അതിൻ്റെ അർത്ഥം. ചില്ലറ വർഷത്തിൻ്റെ ഉള്ളിൽ, 10 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കുകയും ചെയ്യും. കൃത്യമായ പ്രവചനം, ഖുർആനിനെ കാലിബ്രേറ്റ് ചെയ്യാൻ, ഇത് അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കൃത്യമായ പ്രവചനം. ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. എന്തേ ഖുർആൻ പറഞ്ഞിട്ട് റോമക്കാരുടെ വിജയം കാണുന്നില്ല എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വചനത്തിന് അർത്ഥം കൊടുത്തത് 5 വർഷത്തിൻ്റെ ഉള്ളിൽ റോമക്കാർ വിജയിക്കുമെന്നായിരുന്നു. പക്ഷെ 5 വർഷം കഴിഞ്ഞു, വിജയിക്കുന്നത് കാണുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം അവിടെ തെറ്റി. പലപ്പോഴും ചില തഫ്സീറുകളിൽ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളുണ്ടാകും. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ തഫ്സീർ എഴുതപ്പെടുന്ന സമയത്തെ ശാസ്ത്രം അതായിരുന്നു പറഞ്ഞിരുന്നത്. ആ അറിവ് വെച്ച് ഖുർആനിനെ മനസ്സിലാക്കിയതാണ് മുഫസ്സിർ ചെയ്തത്. മുഫസ്സിറിന് തെറ്റുപറ്റും, തഫ്സീറുകളിൽ ശാസ്ത്രവിരുദ്ധത ഉണ്ടാകാം.
മനുഷ്യൻ്റെ ആഖ്യാനങ്ങളാണ്. എന്നാൽ ഖുർആനിൽ ശാസ്ത്രവിരുദ്ധത ഉണ്ടാവില്ല. കാരണം ഈ ശാസ്ത്രീയ സത്യങ്ങളെ സംഭവിപ്പിക്കുന്നവൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൊണ്ട് തന്നെ. എന്നതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യാഖ്യാനം തെറ്റി. പക്ഷേ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദത്തിൻ്റെ അർത്ഥം 10 വർഷത്തിൻ്റെ ഉള്ളിൽ എന്നാണ്. 2 വർഷം കൂടി കഴിഞ്ഞു, 7-ാം വർഷം ആ പ്രവചനം പുലർന്നതിന് വിശ്വാസികളും അവിശ്വാസികളുമായ സമകാലീനരെല്ലാം സാക്ഷികളാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത കൂടുതൽ ബോധ്യപ്പെട്ടു. മക്കക്കാരൊക്കെ അന്ന് സന്തോഷിച്ചു എന്നാണ്. ഒന്ന്, ഖുർആനിൻ്റെ പ്രവചനം പുലർന്നതിലുള്ള സന്തോഷം. 2, വിശ്വാസികളാണല്ലോ, ഏകദൈവ വിശ്വാസികളാണല്ലോ, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ റോമക്കാർ. ആ വിശ്വാസവും ആ സന്തോഷവും വിശ്വാസികൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഖുർആൻ പ്രഖ്യാപിക്കുകയും പ്രവാചകരുടെ ജീവിതകാലത്ത് തന്നെ ഖുർആനിൻ്റെ അവതരണം പൂർത്തിയാകുന്നതിൻ്റെ മുൻപ് തന്നെ പുലരുകയും ചെയ്ത പ്രവചനം എന്ന നിലയ്ക്ക് റോമാ സാമ്രാജ്യത്തിൻ്റെ പരാജയാനന്തര വിജയത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മറ്റൊന്നാണ് അബൂലഹബിനെ കുറിച്ചുള്ള ഖുർആൻ. അത് പ്രബോധനത്തിൻ്റെ ആദ്യ സമയം, പരസ്യപ്രബോധനം ആരംഭിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. നമ്മൾ മുൻപ് ഈ പരമ്പരയിൽ അത് പറഞ്ഞതാണ്. സഫാ കുന്നിൻ്റെ മുകളിൽ കയറി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബക്കാരെ പേരെടുത്ത് വിളിച്ച് അവരൊക്കെ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് ഈ മലയ്ക്കപ്പുറത്ത് നിന്നൊരു ശത്രു സൈന്യം ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ച്, നീ നുണ പറഞ്ഞത് ഞങ്ങൾക്ക് അറിവില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ഇവരൊക്കെ സമ്മതിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹു അന്ത്യദൂതരായി തിരഞ്ഞെടുത്ത വിവരം അറിയിച്ചപ്പോൾ പുണ്യനബിക്ക് നേരെ ശാപ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അബൂലഹബ് അവിടെ ആക്രോശിക്കുകയുണ്ടായി. അതിനു മറുപടിയായി ഖുർആൻ അവതീർണമായി സൂറത്തുൽ മസദ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബും ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു എന്ന വചനമിറങ്ങി. ഈ വചനം ഇറങ്ങിയിട്ട് അബൂജഹൽ പിന്നെയും വർഷങ്ങളോളം ജീവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ വിശ്വാസികൾ ഈ വചനം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അബൂജഹൽ എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, പുണ്യനബിയെ പരിഹസിക്കാനോ മുനാഫിക്കെങ്കിലുമായിട്ട് ഇസ്ലാം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഈ വചനം തിരുത്തേണ്ടി വരില്ലേ? ഖുർആനിൽ ദുർബലപ്പെടുത്തുക എന്നൊരു കാര്യമുണ്ട്. അത് നിയമങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഭേദഗതി. ചരിത്രത്തിൽ ഭേദഗതിയില്ല, വിശ്വാസത്തിലും ഭേദഗതിയില്ല. ചരിത്രത്തിൽ എങ്ങനെയാണ് ഭേദഗതി വരുത്താൻ കഴിയില്ലല്ലോ, വിശ്വാസത്തിലും കഴിയില്ല. കർമ്മങ്ങളിൽ മാത്രമാണ് നിയമങ്ങളിൽ ചെറിയ ഭേദഗതികൾ വരുത്തുക. അത് ഭേദഗതിയുമല്ല, ആദ്യത്തെ നിയമത്തിൻ്റെ അവധിയെത്തലാണ് നസ്ഖ്. അത് വിശദമായ ചർച്ച ഈ പരമ്പരയുടെ ഭാഗമല്ല. പക്ഷേ ഈ കാര്യം നസ്ഖ് ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാഹ് പറയാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിൻ്റെ ഇരുകൈകളും നശിച്ചിരിക്കുന്നു എന്ന വചനം ഖുർആൻ പ്രവചിക്കുകയാണ്. അതിൻ്റെ ശേഷം അബൂലഹബ് ജീവിക്കുകയാണ്. ഖുർആനിനെ പരാജയപ്പെടുത്താൻ, മുഹമ്മദ് നബിയെ പരിഹസിക്കാൻ അബൂലഹബിന് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഞാനിതാ മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ തൻ്റെ ജീവിതകാലത്ത് അങ്ങനെ പറയാൻ അബൂലഹബിന് തോന്നിയില്ല എന്നതാണ് ഖുർആനിൻ്റെ മനോഹരമായ ഒരു വിസ്മയം, അല്ലെങ്കിൽ അതിന് അമാനുഷികത എന്ന് തന്നെ പറയാം. ഇത് മുംകിനാണല്ലോ, ഇത് പോസിബിളാണല്ലോ. അബൂ ലഹബിന് അത് പറയൽ പോസിബിളാണല്ലോ. പക്ഷേ അങ്ങനെ പോസിബിളായ കാര്യങ്ങളെ തൊട്ടും ആളുകൾ അശക്തമാകും. അതാണ് ഇഅ്ജാസ് എന്ന് പറയുന്നത്, മറ്റുള്ളതിനെ അശക്തമാക്കൽ. എന്താണ് അപ്പോൾ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ അശക്തമാക്കുന്നത്, കഴിയാതിരിക്കുന്നതിനെയാണല്ലോ അശക്തമാകുക എന്ന് പറയുക. അപ്പോൾ അബൂലഹബിനത് പറയാമായിരുന്നു, പക്ഷെ കഴിയാതെ പോയി, അശക്തമായി. ഖുർആനിൻ്റെ മുഅ്ജിസത്ത് ഒന്നുകൂടി ബോധ്യമായി.